ഓമയ്ക്ക കൊണ്ട് നമുക്ക് നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി, ചുവന്നുള്ളി, അതും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എരിവില്ലാത്ത മുളകാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പച്ചമുളക്. അത് നടുകെ ഒന്ന് കീറിയതിന് ശേഷം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ വീണ്ടും ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചാൽ ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് അടപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓമയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.